Good morning, dear students. How are you all? I hope all of you are fine. Okay. Today we are going to discuss about our 8th chapter, is, am, are. Okay, our 8th grammar chapter is, am, are. Okay, first all of you take page number 26. Page number 26, it's an easy chapter. Okay. Page number 26. Is, am, are. Okay. Let's begin. Okay. Is, am and are verbs. They denote a state of being. They also give us information about someone or something. Okay. Is, am, are verbs. Is, am, are എന്ന് പറയുന്നത് എന്താണ്? Verb ആണല്ലേ? They denote a state of being. They also give us information about someone or something. എന്താണ്? They denote state of being. Then they also give us എന്താണ്? ഈ is, am, are എന്നതിലൂടെ എന്തുകൂടി നമുക്കറിയാം? Information about someone or something. ഒരാളെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനെക്കുറിച്ചോ ഉള്ള വിവരം കൂടി നൽകും. എന്തിലൂടെ? is, am, are എന്നുള്ള വെർബിലൂടെ. ഓക്കെ. is, am, and are verbs. They denote a state of being. They also give us information about someone or something. Okay, then read the sentence. Okay, first read the sentence here. 3 sentences. Amit is a firefighter. A firefighter. Then second sentence. I am 8 years old. I am 8 years old. There are beautiful flowers in the garden. Flowers in the garden. Okay, all of you listen. Here 3 sentences. Amit is a firefighter. I am 8 years old. There are beautiful flowers in the garden. Okay, here all of you listen. Is, am and are is verbs. Here state of beings. Amit is a firefighter. Amit is a firefighter. Amit firefighter ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിച്ചത്? ഈസ് എന്നുള്ള വെർബ് ഉപയോഗിച്ചത്. ഓക്കെ. ഐ ആം 8 years old. എനിക്ക് 8 years ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിച്ചു? ഐ ആം എന്നുള്ളത് ഒരു പേഴ്സൺ ആണ് അല്ലേ? ഒരു പേഴ്സണിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ്. വി ഓൾറെഡി ടോൾഡ് ദാറ്റ്. ഓക്കെ. ആം എന്നുള്ള വെർബ് ഉപയോഗിച്ചു. ദെൻ ദർ ആർ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഇൻ ദ ഗാർഡൻ. ഇറ്റ്സ് ആർ ഇസ് എ പ്ലൂറൽ ഫോം. ഓക്കെ. എന്താണ് പ്ലൂറലിൻ്റെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ആർ എന്നുള്ള വെർബ് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഈസ്, ആം, ആർ ആൻഡ് മെയിൻ വെർബ്സ്. ഓക്കെ. ദെൻ ഓൾ ഓഫ് യു ലിസൺ നെക്സ്റ്റ് ലൈൻസ്. ഈസ്, ആം ആൻഡ് ആർ as main verbs. Let us more about is and are. Okay, we use is with a singular noun or plural noun. Here here's a column for you. We use is with a singular noun or plural pronoun. Okay, here ഇനി ഇവിടെ പറയാൻ പോകുന്നത് ഈസ് എന്നുള്ളത് നൗണിൻ്റെ കൂടെയും പ്രോനൗണിൻ്റെ കൂടെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ. ഹിയർ there's a sentence. Rishi is a dancer. Rishi is a dancer.
ഓക്കെ ഇറ്റ്സ് ഈസ് വിത്ത് നൗൺ. ഈസ് എന്തിൻ്റെ കൂടെ ഉപയോഗിച്ചത്? നൗണിൻ്റെ കൂടെയാണ് അല്ലേ ഉപയോഗിച്ചത്. കണ്ടോ ഈസ് എന്നുള്ളത് നൗണിൻ്റെ കൂടെ ഉപയോഗിച്ചു. ഓക്കെ ഈസ് വിത്ത് പ്രോനൗൺ. ഇനി ഇത് പ്രോനൗണിലേക്ക് എങ്ങനെയായിരിക്കും? ഹി ഈസ് എ ഡോക്ടർ. ഹി ഈസ് എ ഹി ഈസ് എ ഡാൻസർ. ഓക്കെ ദിസ് ദ ഡിഫറൻസ്. ഓക്കെ ഈസ് എന്നുള്ളത് നൗണിൻ്റെ കൂടെയും പ്രോനൗണിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിച്ചു അല്ലേ. ദർ ഈസ് അനദർ സെൻറ്റൻസ്. റീമ ഈസ് എ ഡോക്ടർ. ദെൻ ഇൻ പ്രോനൗൺ ഷീ ഈസ് എ ഡോക്ടർ. ഓക്കെ ദെൻ വി യൂസ് ആം വിത്ത് ഐ. നമ്മൾ എപ്പോഴും ആം എന്തിൻ്റെ കൂടെ ഉപയോഗിക്കുള്ളൂ? ഐൻ്റെ കൂടെ ഉപയോഗിക്കുള്ളൂ അല്ലേ. ഓക്കെ വി യൂസ് ആം വിത്ത് ഐ. ഐ ആം എ പൈലറ്റ്. ഐ ആം early today. Okay then we use are with a plural noun or pronoun. We always use are with you whether you is as a singular pronoun or plural pronoun. Okay here we always use are with you. നമ്മൾ are എന്നുള്ളത് എന്തിൻ്റെ കൂടെ എപ്പോഴും ഉപയോഗിക്കാം? always use with you. യുവിൻ്റെ കൂടെ ആയിരിക്കും. then you is used as a singular pronoun is a plural pronoun. യു എന്നുള്ളത് എന്തും ആകാം? പ്ലൂറൽ പ്രോനൗണും ആകാം സിംഗുലർ പ്രോനൗണും ആകാം. ഓക്കെ ഹിയർസ് എ കോളം ആർ വിത്ത് നൗൺ. ആർ എന്നുള്ളത് നൗണിൻ്റെ കൂടെ എങ്ങനെയാണ്? ബ്രെറ്റ് ആൻഡ് ഐ ആർ നൈബേഴ്സ്. ദർ ഇസ് 2 persons. ബ്രെറ്റ് ആൻഡ് ഐ ആർ നൈബേഴ്സ്. ദെൻ ആർ വിത്ത് എ പ്രോനൗൺ. പ്രോനൗണിൻ്റെ കൂടെ എങ്ങനെയായിരിക്കും? വി ആർ നൈബേഴ്സ്. വി ആർ നൈബേഴ്സ്. ഓക്കെ then another word here. Another word here. Both Anita and Sue are smart. Both Anita and Sue are smart. Okay smart. Okay here ആർ വിത്ത് നൗൺ. നൗണിൻ്റെ കൂടെയാണ് എന്ത് ഉപയോഗിച്ചത്? ആർ എന്നുള്ളത് ഉപയോഗിച്ചത്. ഓക്കെ ദെൻ ഹിയർ അതെങ്ങനെയായിരിക്കും പ്രോനൗണിൻ്റെ കൂടെ ഉപയോഗിക്കുക? യു ബോത്ത് ആർ സ്മാർട്ട്. യു ബോത്ത് ആർ സ്മാർട്ട്. ഓക്കെ ഇങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ ലിസൺ. യു ബോത്ത് ആർ സ്മാർട്ട്. ഓക്കെ ദെൻ ലാസ്റ്റ് സെൻറ്റൻസ്. കുസും ആൻഡ് Prachi are sisters. Then are with pronoun. They are sisters. Okay these are the is am are. Okay is am are the verbs. Then here page number 27. All of you take page number 27. Is am and are as helping verbs. is am are and helping verbs. is am are helping verb കൂടിയാണ്. എങ്ങനെയാണ്? we also use is am and are as helping verbs. they help the functions words in the ing form. okay ഇത് helping verb കൂടിയാണ്. എന്തിൻ്റെ കൂടെ? they help the action words in the ing form. ing ഫോമിൻ്റെ കൂടെ അല്ലേ. എങ്ങനെയാണ്? she is laughing at the joke. she is laughing. ing form with laughing. she is laughing at the joke. I am playing chess with my friend. Play add ing with playing. The children are going to the park now. Here go so adding with ing going. Okay here the is am are helping verb also. This sentence talk about an action happening at the time of speaking. Note that each sentence here has 2 verbs, a helping verb and a main verb. Okay, then we discuss the is, am, are. Okay, some verb and the helping verb. We discuss the with noun and pronoun. Three verbs with noun and pronoun. Okay, here exercise here.
exercise here. Okay, exercise A, first exercise. First, fill in the blanks with is, am or are. Okay, one has been already done for you. Okay, here, first one, this pear is juicy. This pear is juicy. And second one, all of you listen. I dash a scientist. I dash a scientist. Scientist. Which verb is suitable here? Is, am or are? Which one? Yes, am. We already told that am is always with I. Ainte kude eppozhum endu undavullu? Am undavirikkullu alle. Okay, then second answer is am. Okay. Then third one. Rajat and Surabhi dash classmates. Here is or am or are? Here how many person here? Rajat and Surabhi. Yes, one more person because we use are. Okay, are. Answer is are. Okay, then fourth one. Fourth one. He dash a chef in this restaurant. He dash a chef in this restaurant. Okay, which verb is suitable here? Is, here only one person, then we add is. Okay, then fifth one, all of you listen, fifth one. You dash not puncture. You dash not puncture. Which verb here? Yes, you, sorry, are. Okay, then sixth one. Latika dash since sincere and hard working. Latika dash sincere and hard working. Which verb is suitable here? Yes, is. Is. Okay, then seventh one. I dash hungry. I dash hungry. Which one is right? Yes, am. Okay, then eighth one. The students dash well behaved. The students dash well behaved. How many persons there? More than one. Then we add are. Okay. Okay, these are the answer you write in your textbook. First one is pear is juicy. I am a scientist. Rajat and Surabhi are classmates. And he is a chef in this restaurant. Then you are not punctual. And Latika is sincere and hardworking. And seventh one, I am hungry. Then eighth one, the students are well behaved. Okay. Then next, B activity. All of you listen to the B activity. Underline the verbs in the sentence. One has been done for you. Underline these verbs. It's a simple activity. You just underline the verbs in the sentence. Okay. Then first sentence is already there. Rajat is training for men's national boxing championship. Here is training. Okay. Then second sentence. She is searching for her new clothes. Which is verb in the sentence? Which is verb in the sentence? Yes, is searching. Is searching. Okay, then third one. I am watching a TV show on chimpanzees. I am watching TV show on chimpanzees. Okay, which one is verb here? Yes, watching. Okay, then fourth one. It is raining heavily since morning. It is raining heavily since morning. Which one is verb? Yes, raining.
Okay, it is raining. Raining is the verb in the sentence. Okay, next all of you take page number 28. Page number 28. Fifth one. We are collecting money for a charity. We are collecting money for a charity. Okay, which one is a verb in the sentence? Yes, collecting. Collecting. Okay. Collecting. Okay, sixth. The train to Patna is running late by 2 hours. The train to Patna is running late by 2 hours. Okay, which one is a verb in the sentence? Yes, running. Very good. Running. Running. Okay, then seventh one. Seventh one. I am working on my English project now. I am working on my English project now. Okay, which is a verb in the sentence? Yes, working. Working. Okay, last sentence. My brother is going to join the theatre group this summer. My brother is going to join a theatre group in this summer. Okay, in this sentence, which one is verb? You say the answer. You say the answer. Yes, going. Going. Okay. Then first one is searching. Third one is watching. Fourth raining. Fifth collecting. Sixth running. Seventh working. And eighth going. Okay. Then next C activity. C activity. C activity. Circle the incorrect verbs in the sentence, then rewrite each sentence correctly. Okay, here in the sentence, incorrect verbs, circle the incorrect verb. ഇവിടെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിലെല്ലാം ഇൻകറക്റ്റ് വെർബുകളാണ് ഉള്ളത്. ഓക്കെ, അത് കറക്റ്റാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഓൾറെഡി ദർ. ദ ഡോഗ് ആർ ചേസിങ് ദ ക്യാറ്റ് ഓൾ ഓവർ ദ ഹൗസ്. ഇറ്റ്സ് എൻ ഇൻകറക്റ്റ് വെർബ് ആർ. Then is a correct verb. The dog is chasing the cat all over the house. Okay, next the children is helping mother wash the car. Okay, here is verb is incorrect. ഇവിടെ കൊടുത്തിരിക്കുന്ന is എന്നുള്ള verb incorrect ആണ്. Which verb is correct here? Here children. Children means more children. Okay. Then we use are. Yes, very good. The children are, not is. Okay. The children are. Okay, the children are helping mother to mother wash the car. Okay, here children, because we are. Okay, then I are the monitor for the next term. It's are is incorrect. In which one is correct verb here? Yes, I am. The monitor for the next term. Okay, then here there is another sentence 4, 5, 6, 7. It's your homework.
Okay, that's your homework. Then, okay, today we discuss about is, are verb. Okay, then we discuss where we use the three verbs, and is, and are helping verb also. Then we discuss A, B activity, then discuss C activity, and 4, 5, 6, 7, 8 sentence are homework. Okay, I hope all of you are understand what is, and are. Okay, we can meet next class. Thank you.